നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സീസൺ ഏറെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പണി കിട്ടിയ മട്ടാണ്. അവരുടെ പ്രതിരോധ കോട്ട പൊളിഞ്ഞു എന്ന് തന്നെ പറയണം. കാരണം ജോസ്ക ഗാർഡിയോളിന് പരിക്കാണ്, പുറത്ത്. മാത്രമല്ല, ഇതാ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു റൂബൻ ഡയസിനും പരിക്കാണ്. 6 ആഴ്ചക്കാലം 1.5 മാസക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും. ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു റൂബൻ ഡയസ് വിൽ ബി ഔട്ട് ഫോർ 6 weeks വിത്ത് ഹാംസ്ട്രിങ് ഇഞ്ചുറി. മാഞ്ചസ്റ്റർ സിറ്റി കൺഫേം. സോ പരിക്കാണ്. 6 ആഴ്ചകളെങ്കിലും റൂബൻ ഡയസ് പുറത്തിരിക്കുന്നു പറഞ്ഞാൽ 1.5 മാസക്കാലം പുറത്തിരുന്നാൽ സുപ്രധാനമായ പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും. നോക്കുക, ടിബിയൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുള്ള ജോസ്കോ ഗാർഡിയോൾ കളിക്കളത്തിന് പുറത്താണ്. അപ്പോഴാണ് മറ്റൊരു ഇഞ്ചുറി കൂടി ഡിഫൻസിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. പെപ് ഗാർഡിയോളയോട് ജനുവരിയിൽ സൈനിങ് ഉണ്ടാകുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, മേ ബി ചില താരങ്ങളെ ഞങ്ങൾ എത്തിച്ചേക്കാം, പക്ഷേ കഴിഞ്ഞ സീസണിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ 4-5 താരങ്ങളെ കഴിഞ്ഞ സീസണിൽ സംഭവിച്ച പോലെ ഞങ്ങൾ ടീമിലേക്ക് എത്തിക്കില്ല. വി ആർ നോട്ട് ഗോയിങ് ടു ബൈ 4 or 5 players ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ലാസ്റ്റ് സീസൺ എന്ന് പെപ്പ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് മാക്സ് അലൈനയെ അവർ തിരികെ വിളിച്ചിരിക്കുകയാണ്. വാറ്റ്ഫോർഡിലാണ് താരം കളിച്ചുകൊണ്ടിരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്, പക്ഷെ അവിടെ ലോണിൽ കളിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ റീകോൾ ചെയ്തിരിക്കുകയാണ്. ജോസ്കോ ഗാർഡിയോളിൻ്റെ പരിക്ക്, ആ പ്രശ്നം കവർ ചെയ്യാനാണ് അദ്ദേഹത്തെ തിരികെ വിളിച്ചത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വലിയ ഒരു തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ ഡയസിൻ്റെ പകരക്കാരനെ കണ്ടെത്തണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.